വർഷത്തിലൊരിക്കൽ വയനാട് സന്ദർശിക്കുന്ന എംപിയാണ് രാഹുൽ ഗാന്ധി എന്ന് ഏവർക്കും അറിയാം. ഇപ്പോൾ നടന്ന രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം പ്രഹസനമാണെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. 2024 ആരംഭിച്ചത് മുതൽ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടത് 3 പേരാണ്. ഇത്രയും ദാരുണമായ സംഭവങ്ങൾ വയനാട്ടിൽ നടന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വരികയോ ഇവിടെ നടക്കുന്ന ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇത് വിവാദമായപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന ഭീഷണിയിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നിന്ന് രാഹുൽ ഗാന്ധി മിന്നൽ സന്ദർശനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിരന്തരമായി വന്യജീവി ആക്രമണം നേരിടുന്ന വയനാട് സന്ദർശിച്ച വയനാട് MPയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. റീത്ത് വെച്ച് കരഞ്ഞിട്ട് പോവുകയല്ല, ജനങ്ങളുടെ കണ്ണീരൊപ്പുകയാണ് വേണ്ടത്. രാഹുൽ വയനാട്ടിൽ എത്തിയതിന് പിന്നിൽ വെറും രാഷ്ട്രീയം മാത്രമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ഈ പ്രതികരണം നടത്തിയത്. രാഹുൽ വയനാട് മണ്ഡലത്തിൽ നിന്നും ജയിച്ച വ്യക്തിയാണ്. ഒരു MP ആയ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടെ വന്നു പോകുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി വന്ന് റീത്ത് വെച്ച് കരഞ്ഞിട്ട് പോയി. എന്നാൽ ജനങ്ങളുടെ കണ്ണീർ ഒപ്പിയില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ പ്രതിഷേധം കനക്കുന്നതിനിടയിൽ ഇന്നലെയാണ് വയനാട് MP രാഹുൽ ഗാന്ധി മണ്ഡലം സന്ദർശിക്കാൻ തീരുമാനിച്ചത്. രാവിലെയോടെ വയനാട്ടിലെത്തിയ രാഹുൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷ്, ഇക്കോ ടൂറിസം ജീവനക്കാരനായ പോൾ എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു. അതേസമയം വയനാട് സന്ദർശിക്കാത്ത മുഖ്യമന്ത്രിയും വനം മന്ത്രിക്കുമെതിരെയും വെള്ളാപ്പള്ളി നടേശൻ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയും വനം മന്ത്രിയും വയനാട്ടിൽ പോകാതിരിക്കുന്നത് തെറ്റാണ്. അവർക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ജനരോക്ഷം അത്രത്തോളം ഭയന്നിട്ടാണ് അവർ വയനാട്ടിലേക്ക് പോകാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.